നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിൽ വിമർശനവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി. പാർട്ടി അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ലെന്ന് ജില്ലാ സെക്രട്ടറി. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കുമെന്നും മുന്നറിയിപ്പ്. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് വിവാദമായിരുന്നു. ഞാൻ പരിശോധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. അതെന്റെ പാർട്ടിപരമായി സംഘടനാപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ അവിടെ ചെയ്തു. അങ്ങനെ പരിശോധിച്ചാൽ അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തിരുത്തണം എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദം അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവര് പറയുന്ന കാര്യം അത് പുച്ഛത്തോടു കൂടി തള്ളുന്നതല്ല. മനസ്സിലായി, അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ അയാൾക്കത് തോന്നിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് തോന്നിയത് അയാളോടാണ് ചോദിക്കേണ്ടത്. ഇതൊരു പാർട്ടി, ഞങ്ങളുടെ ഒരു പാർട്ടി സംഘടനാ രീതിയല്ല. ഒരു കത്ത് കൊണ്ട് തരിക, എന്നിട്ട് നേരെ വന്നിട്ട് നിങ്ങളെ കാണുക, എന്നിട്ട് ഒരേപോലെ കാര്യം പറയുക, അതൊരു സംഘടനാ രീതിയല്ല, അത് പാർട്ടി രീതിയല്ല. ആ പാർട്ടി രീതിയിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതല്ല ഞങ്ങളുടേതായിട്ടുള്ള രീതിക്ക് പരിശോധിച്ചോളാം. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുൺ, പാലക്കാട് എന്ന് പറയുന്നത് CPMന്റെ ശക്തിദുർഗമായിരുന്നു. അവിടെ വലിയ തിരിച്ചടി CPM നേരിടുന്ന ഘട്ടമുണ്ടായി. ഇതിനെതിരെയാണ് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും അടക്കം വലിയ വിമർശനം ഉണ്ടായത്. പുറത്തു വന്ന് പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കൾ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്ന വിഷയമുണ്ടായി. ഇപ്പോൾ EN സുരേഷ് ബാബു എന്നെ തിരുത്താൻ നോക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്താണ് പാലക്കാട് CPMൽ സംഭവിക്കുന്നത്? നിലിമ, തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പാലക്കാട്ടെ CPMനകത്തെ പൊട്ടിത്തെറി അത് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം സംസ്ഥാന നേതാക്കൾക്കെതിരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പെരുമാറി, അതുപോലെ തന്നെ MV ഗോവിന്ദനും ഭാര്യയും ഒക്കെ മത്സരിച്ചത്, അല്ലെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകി, ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായ സന്ദേശം നൽകി ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ സംസ്ഥാന നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ പ്രാദേശികമായിട്ട് ഈ പാലക്കാട്ടെ ഒരു ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അബ്ദുൾ ഷുക്കൂർ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തിയത് വലിയ ചർച്ചകളും വിവാദവുമായിരുന്നു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് രാജിക്കത്ത് നൽകുകയും തുടർന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സുലൈമാന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി 4 ബ്രാഞ്ചുകളിൽ നിന്നുമായിട്ടുള്ള ഏകദേശം ഒരു 25ഓളം ആളുകൾ സമാന രീതിയിൽ പാർട്ടിക്ക് രാജിക്കത്ത് നൽകി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിനെതിരെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറങ്ങളിൽ നേതാക്കൾക്കെതിരെ, നേതൃത്വത്തിനെതിരെയൊക്കെ പരാതി പറയാം, അതല്ലാതെ ഇങ്ങനെ രാജിക്കത്ത് കൊണ്ട് നൽകി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് വിമർശിക്കുന്ന രീതി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നേതൃത്വത്തിനെതിരെ പരസ്യമായി വിമർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കും. മാത്രമല്ല, ഈ ചിറ്റൂര്, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവിയിലും പാർട്ടി വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറയുന്നത്. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം ഈ അബ്ദുൾ ഷുക്കൂറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായുള്ള അന്വേഷണം ഇനിയും നടത്തും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അബ്ദുൾ ഷുക്കൂർ വിഷയം സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെടുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുൾ ഷുക്കൂറിനെ സംസ്ഥാന നേതാക്കൾ തന്നെ കണ്ട് സംസാരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ വിജയരാഘവന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഈ അബ്ദുൾ ഷുക്കൂറുമായിട്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി CPMനകത്ത് തോൽവിക്ക് പിന്നാലെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ വിഭാഗീയതയാണ് പലയിടത്തും കനത്ത തോൽവിയിലേക്ക് വഴിവെച്ചതെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് തൃത്താലയാണെങ്കിലും കോങ്ങാടാണെങ്കിലും ചിറ്റൂരാണെങ്കിലും കൊഴിഞ്ഞാമ്പാറയാണെങ്കിലും അങ്ങനെ വിവിധ മേഖലകളിലൊക്കെ ഈ വിഭാഗീയത വലിയ രീതിയിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. മാത്രമല്ല, നെന്മാറ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭൂരിപക്ഷം കുറയുന്നതിലേക്ക് ഉൾപ്പെടെ വഴിവെച്ചതും ഈ വിഭാഗീയ പ്രശ്നങ്ങളാണ് എന്നും CPM വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പൊട്ടിത്തെറി വലിയ രീതിയിൽ രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ്. ജില്ലാ സെക്രട്ടറി ഏതായാലും തൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഏകാധിപത്യ പ്രവണത എന്നൊക്കെ വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ അത് അംഗീകരിക്കാനൊന്നും അദ്ദേഹം തയ്യാറാവുന്നില്ല. അതേസമയം തന്നെ ഈ അബ്ദുൾ ഷുക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിച്ചത് തെറ്റായ രീതിയാണെന്ന് ഉൾപ്പെടെയുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്.
ഓക്കെ അരുൺ, തെറ്റ് ചൂണ്ടിക്കാട്ടിയവർക്കെതിരെ നടപടി, അതാണ് CPM-ൽ എക്കാലവും സംഭവിച്ചിട്ടുള്ളത്. അതാണ് ആലപ്പുഴയിലും പ്രതീക്ഷിക്കാവുന്നത്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.